ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഇവിടെ അടിപൊളി ഒരു മസാലക്കറി ഉണ്ടാക്കാം. അതും വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ച്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയുമാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് 2 സവോള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, പച്ചമുളക്, കറിവേപ്പില. ഈ സവോളയെല്ലാം കൊത്തി അരിഞ്ഞ് എടുക്കണം. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ടും, തക്കാളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുന്നു. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. അതിടാൻ മറക്കരുത്, അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും ഫ്ലേവർ തരുന്ന സാധനം. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ പെട്ടെന്ന് അത് വാടി കിട്ടും. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ അരിഞ്ഞെല്ലാം കറിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രിഞ്ചാൾ, അതായത് വഴുതനങ്ങ, അതും കൂടെ ഇട്ട് കൊടുക്കണേ. ഇതിനിടയ്ക്ക് ഞാൻ മല്ലിയിലയൊക്കെ ഇരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഫ്ലേവറായിട്ട് വരാൻ നല്ല ടേസ്റ്റിയാണിത്. ഇതിനെല്ലാം ഈ മല്ലിയില ജീരകമൊക്കെ മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അത് എളുപ്പത്തിന് ഞാനൊന്ന് അതിടുന്നതേ ഉള്ളൂ. പക്ഷേ ഫ്രഷായിട്ടാണേലും ചതച്ചിട്ടാൽ മതി. പിന്നെ ഇതിനധികം മസാലകളൊന്നും വേണ്ട. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ആ തക്കാളിയും കൂടെ ഇട്ട് മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കണം കേട്ടോ. അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ.